ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ അനീഷിന്റെ അമ്മയും അനിയനും വന്നിട്ട് അനീഷിന് കൊടുത്ത 1-2 ഹിന്റുകളെ പറ്റിയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഹിന്റ് എന്നല്ല, അവര് ഒരു കാര്യം ഓപ്പൺ ആയിട്ട് തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങ് പറയുന്നുണ്ട്. അത് പുറത്തെ ഒരു കാര്യമാണ് പറഞ്ഞത്, പക്ഷെ ബിഗ് ബോസ് അതിന് വിലക്കൊന്നും ഇട്ടില്ല. പറയട്ടെ എന്ന് തന്നെ വെച്ചാണ്, അത് എന്താണെന്നും പറയാം. അപ്പോ അനീഷിന് കൊടുത്തൊരു ഉപദേശം ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി. ഈ കളിയിൽ ഒരു മാറ്റവും വരുത്തരുത്. അബീഷാണ് പറയുന്നത്. അനീഷിന് പുറത്ത് വലിയൊരു ഫാമിലി ഉണ്ട്, നമ്മുടെ ഫാമിലിയെ കൂടാതെ വലിയൊരു ഫാമിലി അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിലൊക്കെ അബീഷ് പറയുന്നുണ്ട്. പിന്നെ എല്ലാവരെയും മുന്നിൽ വെച്ചിട്ട് ബിഗ് ബോസ് പറയാനായിട്ട് പറയുന്നുണ്ട് ആരെയാണ് ഇഷ്ടം എന്നുള്ളൊരു കാര്യം. അപ്പൊ ഇവര് വന്നിട്ട് ഷാനവാസിന്റെ പേര് പറയുന്നുണ്ട്. ഷാനവാസിന്റെ ഭാര്യ ഓഫ് കോഴ്സ് അനീഷിന്റെ പേരാണ് പറയുന്നത്. ഷാനുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഷാനവാസിന്റെ വൈഫ് പറയുന്നുണ്ടായിരുന്നു. ഏറ്റവും ഇഷ്ടമുള്ളത് ഷാനവാസിനാണെന്നാണ് പറഞ്ഞത്. ഇവരുടെ കോംബോ പുറത്ത് വലിയ പ്രേക്ഷക പിന്തുണ നേടി വലിയ സപ്പോർട്ട് നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കോംബോ ആണെന്ന് ഇവർ ഓപ്പൺ ആയിട്ട് പച്ചയ്ക്ക് എല്ലാവരുടെയും മുന്നിൽ വിളിച്ചു തുറന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോംബോ ഗെയിം ഇനി പൊട്ടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയായിരിക്കും അവിടെയുള്ള എല്ലാവരുടെയും. അത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം. പിന്നെ അനീഷും ഷാനവാസും വിചാരിച്ച നോമിനേഷനിൽ ഇല്ല കേട്ടോ. അവര് രണ്ടുപേരുടെയും സപ്പോർട്ട് എന്താണ് ഏതാണെന്ന് വീട്ടിലുള്ളവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും നോമിനേഷനിൽ ഇല്ലാത്തത്. അനീഷ് ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും നോമിനേഷനിൽ ഇല്ലാത്തത് ഇതുകൊണ്ടാണ്. അപ്പോൾ അനീഷിന് ഇങ്ങനെ ഒരു ഉപദേശം കൊടുത്തു. അനീഷ് ഗെയിമിൽ ഒരു മാറ്റവും വരുത്തരുത്, ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ 100 ദിവസം ഉറപ്പിച്ചു എന്നുള്ളൊരു കാര്യം ഇവർ കൃത്യമായിട്ട് കൺവേ ചെയ്യുന്നുണ്ട്. ഇതാണ് ഹിന്റ്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.